എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ലൂയിസ്. ഷാബു ഉസ്മാന്റെ സംവിധാനത്തിൽ ഇന്ദ്രൻസ്, ജോയ് മാത്യു, മനോജ് കേച്ചയൻ, സായ് കുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ലൂയിസ്. ഒരു പ്രദേശത്ത് തുടർച്ചയായി നടക്കുന്ന നിഗൂഢമായ ആത്മഹത്യകളും ഈ ആത്മഹത്യകൾക്ക് പിന്നിൽ മറ്റെന്തോ രഹസ്യമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസറായ ഷാജി ദിവാകർ സംശയിക്കുന്നതും തുടർന്ന് അദ്ദേഹം ഈ കേസുകളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നതുമാണ് ഈ സിനിമയുടെ പ്രമേയം. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ മമ്മി. ലീ ക്രോണിൻ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് ദ മമ്മി. ഒരു ജേർണലിസ്റ്റിന്റെ മകളെ മരുഭൂമിയിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുകയും നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി തന്റെ കുടുംബത്തിലേക്ക് അപ്രതീക്ഷിതമായി തിരിച്ചെത്തുന്നതും എന്നാൽ ആ പെൺകുട്ടിയുടെ സ്വഭാവത്തിലും ശരീരത്തിലും ഭയപ്പെടുത്തുന്ന ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതും പിന്നീട് അവൾ മനുഷ്യനില്ലാതായി മാറാൻ തുടങ്ങുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2026 ഏപ്രിൽ മാസം റിലീസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് മധുവിതു. ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. സ്ത്രീകൾ വാഴാത്ത വീട് എന്ന നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമായ ആഞ്ഞിലിമുരളി തറവാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. സർപ്പകോപമുള്ള ഈ തറവാട്ടിൽ സ്ത്രീകൾ അകാലത്തിൽ വിട്ടുപിരിയുമെന്നുള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസവും അപവാദവും നല്ല രസകരമായ രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 22-ാം തീയതി മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് വെബ് സീരീസ് ആണ് വാറണ്ട്. പ്രശാന്ത് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് പ്രശാന്ത് രാജ് പ്രധാന വേഷത്തിലെത്തിയ ഈ മൂവിയിൽ ബാലാജി ശക്തിവേൽ, കാളി വെങ്കട്ട്, അരുൾ ദോസ്, വിമൽ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. വളരെ പാവവും ദയുള്ളതുമായ ഒരു പോലീസുകാരനെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എപ്പോഴും പരിഹസിക്കുകയും അങ്ങനെ കാലങ്ങളോളമുള്ള മാനസിക പീഡനങ്ങളും അപമാനങ്ങളും ക്രൂരതകളും അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഒടുവിൽ അദ്ദേഹം നിയമം കയ്യിലെടുത്ത് കുറ്റവാളികളോട് ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ കടുത്ത നിയമപാലകനായി മാറുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ മൂവിയായ ഈ സീരീസിന് 7 എപ്പിസോഡുകളാണ് ഉള്ളത്. C5 മെയ് മാസം 22 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ആമോസ് അലക്സാണ്ടർ. ജാഫർ ഡുക്കി, അജു വർഗീസ്, കലാഭവൻ ഷാജോൺ, ശ്രീജിത്ത് രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ അജയ് ഷാജി കഥയെഴുതി സംവിധാനം ചെയ്ത മൂവിയാണ് ആമോസ് അലക്സാണ്ടർ. സൺനെക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ മനോരമ മാക്സിലൂടെ അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഡു നോട്ട് എൻ്റർ. 2026 പുറത്തിറങ്ങിയ ഈ ഹൊറർ ത്രില്ലർ ചിത്രത്തിൽ യൂട്യൂബേഴ്സായ ഒരു കൂട്ടം യുവാക്കൾ അവരുടെ ചാനലിന് വ്യൂസ് കൂട്ടാൻ ലക്ഷ്യമിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹോട്ടലിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ പോകുന്നതും അതിനെ തുടർന്ന് അവർ നേരിടേണ്ടി വരുന്ന അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. C5 റെന്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് അതിരടി. ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ കോമഡി ത്രില്ലർ ചിത്രമാണ് അതിരടി. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസ് ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലീവ് ആണ്. OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം ഈ സിനിമയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കോൾഡ്. ഒരു ത്രില്ലർ മൂവിയാണ് കോൾഡ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മെയ് മാസം 29-ന് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു മലയാളം മൂവിയാണ് ഭീഷ്മർ. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2026 മാർച്ച് 20-ന് റിലീസ് ചെയ്ത ഒരു റൊമാൻറ്റിക് ഫാമിലി ഫൺ ത്രില്ലർ മൂവിയാണ് ഭീഷ്മർ. തന്റെ നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ വേദന അറിയാവുന്ന മുരുകൻ അരവിന്ദിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നതും അരവിന്ദിന്റെ കാമുകിയെ കണ്ടെത്താനായി അവർ നടത്തുന്ന ശ്രമങ്ങളും ആ രാത്രിയിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഇതിൽ ഇന്ദ്രൻസ്, ഉണ്ണി ലാലു, ഷാജു ശ്രീധർ, സെന്തിൽ കൃഷ്ണ, അബു സലീം എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 22 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇന്തോനേഷ്യൻ മൂവിയാണ് അലാസ് റോബൻ. ഒരു ഹൊറർ ത്രില്ലർ ചിത്രമായ ഈ സിനിമയിൽ അലാസ് റോബൻ എന്ന പേരിലുള്ള അതിഭീകരമായ ഒരു കാട്ടിലൂടെ ഒരു കുടുംബം യാത്ര ചെയ്യുമ്പോൾ നേരിടുന്ന ഭയാനകമായ അനുഭവങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം. മെയ് മാസം 28 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. പ്രദീപ് അർസിക്കരെ സംവിധാനം ചെയ്ത് മലയാളത്തിലും കന്നഡയിലും ഒരേ സമയം റിലീസ് ചെയ്തൊരു ഇൻവെസ്റ്റിഗേഷൻ റിവെഞ്ച് ത്രില്ലർ സിനിമയാണ് ശേഷ 2016. പോലീസ് വകുപ്പുകളിൽ നടത്തുന്ന അഴിമതിയും അത് സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഒരൊറ്റ രാത്രിയിലാണ് ഈ സിനിമയുടെ ഭൂരിഭാഗം കഥയും നടക്കുന്നത്. ജോൺ കൈപ്പള്ളിയിൽ, പ്രമോദ് ഷെട്ടി, ദേവരാജ്, അർച്ചന കൊട്ടിഗെ, സിദ്ധാർത്ഥ് ശിവ, ശ്രീജിത്ത് രവി എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 22 മുതൽ മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മമ്മൂട്ടിയെയും മോഹൻലാലിനും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനം ചെയ്ത് ഒരു ബിഗ് ബഡ് മൂവിയാണല്ലോ പാട്രിയോട്ട്. ഇതിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനും കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5 സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് സി കേരളമാണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മെയ് മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.